ഒരു വീട് പണിയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചെറുതും വലുതുമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന മൈ ഹോമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പത്ത് സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ ആലുവയിലുള്ള മിസ്റ്റർ ലിൻഡോയുടെയും റോസ്മിയുടെയും വീടാണ് നമ്മൾ ഇന്ന് മൈ ഹോമിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. പലപ്പോഴും ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ പ്ലോട്ട് തന്നെയായിരിക്കും. റെക്ടാങ്കിൾ ഷേപ്പോ ട്രയാങ്കിൾ ഷേപ്പോ ഏത് തരത്തിലുള്ള പ്ലോട്ടാണെങ്കിലും നമ്മുടെ വീടിൻ്റെ എലിവേഷനും ഡിസൈനും പ്ലോട്ടുമായി എങ്ങനെ യോജിച്ചു പോകണം എന്നുള്ളത് തന്നെയായിരിക്കും നമ്മുടെ ആദ്യത്തെ വെല്ലുവിളി. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം വിഡ്ത് കുറഞ്ഞ വളരെ ലെങ്തി ആയിട്ടുള്ള പ്ലോട്ടിലാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ലിമിറ്റേഷനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി പല ഡെക്കുകളായിട്ടാണ് വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എലിവേഷൻ്റെ ഒരു വശത്തായി ഡബിൾ ഹൈറ്റിൽ സ്റ്റോൺ ക്ലാഡിങ്ങും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ സ്കീമാണ് വീടിൻ്റെ എലിവേഷനിലായി കൊടുത്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ വിഡ്ത് കുറഞ്ഞ ഒരു പ്ലോട്ട് എന്ന ലിമിറ്റേഷൻ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് ഈ കണ്ടംപററി സ്റ്റൈലുള്ള വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഈ വീടിൻ്റെ ലിവിങ് സ്പേസ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്ലൂ കളർ ഷെയ്ഡിലുള്ള സോഫ സെറ്റും അതുപോലെ തന്നെ വുഡൻ ഫിനിഷിലുള്ള ഒരു സെൻറ്റർ ടേബിളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ട് വോളുകളിൽ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ വോളാണ് ഹൈലൈറ്റ് ചെയ്യുന്നതിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോർഷൻ പ്ലൈവുഡ് പാനലിൽ സിമൻറ്റ് ബോർഡ് ഫിനിഷിങ്ങിലാണ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ആൻറ്റിക് ബ്രിക്ക് വാൾപേപ്പറും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നു. ലിവിംഗ് റൂമിൽ നിന്ന് കാർ പോർച്ചിലെ ലാൻഡ്സ്കേപ്പ് ഏരിയ കാണുന്ന രീതിയിലാണ് ഇവിടെ വെർട്ടിക്കൽ പർഗോള കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മെയിൻ ഡോർ കടന്നു വരുമ്പോൾ ബാക്ക് സൈഡ് വരെ കാണുന്ന രീതിയിൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വാക്ക് വേ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു വാക്ക് വേയുടെ രണ്ട് വശങ്ങളിലായിട്ടാണ് മറ്റു റൂമിലേക്കും കോമൺ ഏരിയയ്ക്കുമുള്ള ആക്സസും കൊടുത്തിരിക്കുന്നത്. ഫോർമൽ ലിവിംഗ് സ്പേസ് കടന്നു വരുന്ന ഏരിയയാണ് ഈ വീടിൻ്റെ ഫാമിലി ലിവിംഗ് റൂം. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് TV യൂണിറ്റും അതുപോലെ തന്നെ ഒരു പ്രെയർ വോളും കൊടുത്തിരിക്കുന്നത്. ഈ പ്രെയർ വോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്ലൈവുഡ് പാനലിങ്ങിൽ ഡിസൈനർ ലാമിനേറ്റും വെണീറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫാമിലി ലിവിംഗ് റൂമിനെയും ഡൈനിങ് ഏരിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന കോർട്ട്യാർഡ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പ് ഏരിയയാണ്. ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ലൈറ്റിൻ്റെയും എയർ ഫ്ലോയുടെയും ഒരു മേജർ സോഴ്സ് എന്ന് തന്നെ നമുക്ക് ഈ ഏരിയയെ പറയാൻ സാധിക്കും. ഈ ഏരിയയും അതോടൊപ്പം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വെർട്ടിക്കൽ ഗാർഡനും ടോട്ടൽ ഒരു റിഫ്രഷിംഗ് ആംബിയൻസ് ആണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഫോർമൽ ലിവിംഗ് റൂമും ഫാമിലി ലിവിംഗ് റൂമും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ഏരിയയും കഴിഞ്ഞ് വരുന്ന ഏരിയയാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാക്ക് വേയുടെ 2 വശങ്ങളിലായിട്ടാണ് ഇവിടുത്തെ ഓരോ ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഡൈനിങ് ടേബിളും ചെയേഴ്സും ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ വാഷ് ഏരിയ റൈറ്റ് സൈഡിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടെ കിച്ചണും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കിച്ചണിനും ഡൈനിങ് ഏരിയയ്ക്കും ഇടയിലുള്ള പാർട്ടീഷൻ മുകളിൽ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഡൈനിങ്ങിലെ സൈഡ് ബോർഡിലേക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഓപ്പണിംഗ് വർക്ക് ചെയ്യുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ സ്കീമിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെയധികം സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്ത് ഒരു സിമ്പിൾ ആൻഡ് കോമ്പാക്റ്റ് എന്ന രീതിയിലാണ് കിച്ചൺ ടോട്ടലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ ഓരോ ബെഡ്റൂംസിനും ഡിഫറെൻറ്റ് കളർ സ്കീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഒരു സെമി റസ്റ്റിക് കളർ സ്കീമാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ഡൾ ഷെയ്ഡിലുള്ള കളർ സ്കീം ആയതുകൊണ്ട് ബെഡ് സ്പ്രെഡിന് ഏത് കളർ കൊടുക്കുന്നോ അതിനനുസരിച്ച് ടോട്ടൽ റൂമിൻ്റെ ആംബിയൻസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. എന്നാൽ ബാക്കിയുള്ള 3 ബെഡ്റൂംസിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കളർ സ്കീം കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂമിന് യെല്ലോ ആൻഡ് വൈറ്റ് കളർ സ്കീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ മറ്റൊരു ബെഡ്റൂമിന് വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ സ്കീമാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂമിനാണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളർ സ്കീമാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടലി എല്ലാ ബെഡ്റൂംസിനും ഒരു ഡിഫറെൻറ്റ് കളർ സ്കീം ആയതുകൊണ്ട് തന്നെ ഓരോ ബെഡ്റൂമിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വീടിൻ്റെ ഡിസൈനിങ് എക്സ്പെർട്സിനെ കുറിച്ച് പറഞ്ഞു തരാൻ ഈ വീടിൻ്റെ ഡിസൈനർ മിസ്റ്റർ ഷിൻഡോ നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം ഷിൻഡോ. അപ്പോൾ ഈ വീട് ഇരിക്കുന്ന പ്ലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലെങ്തി ആയിട്ട് എന്നാൽ വിട്ട് കുറഞ്ഞിട്ടാണ് പ്ലോട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഡിസൈനർ എന്ന രീതിയിൽ ഇതൊരു ചാലഞ്ചിങ് ആയിരുന്നു ഇങ്ങനെ ഈ ഒരു പ്രൊജക്റ്റ്? ക്ലയൻറ്റ് നമ്മളുടെ അടുത്ത ആദ്യത്തെ റിക്വയർമെൻറ്റ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് കാര്യമായിരുന്നു ഈ പ്ലോട്ടിൻ്റെ പറ്റി. വിഡ്ത്ത് കുറവായിരുന്നു, ലെങ്ത്ത് കൂടുതലുണ്ടെന്നുള്ളത്. അപ്പോൾ അത് എത്രത്തോളം അതിന് ഫ്രണ്ടിലും സൈഡിലേക്കും കൂടി റോഡ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള നമ്മുടെ സെറ്റ് ബാക്സും കൂടി കഴിഞ്ഞിട്ട് എത്രത്തോളം നമുക്ക് കിട്ടുമെന്നുള്ളതും അത് നമുക്ക് യൂസ്ഫുള്ളായിട്ട് കിട്ടുമെന്നുള്ളതായിരുന്നു ആദ്യം നമുക്കുള്ള ഫസ്റ്റ് ചലഞ്ചായിട്ട് ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ക്ലയൻറ്റിന് തന്നെ സ്പെസിഫിക് ആയിട്ട് കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതെങ്ങനെ ഫിറ്റിങ് ചെയ്യാം ഇതിനകത്ത് എന്നാൽ പുറത്തുനിന്നുള്ള വ്യൂവിനും ബാധിക്കാതെ വേറെ ഒന്നിനും കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെ ഈ പ്ലോട്ടിനെ ഇതിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ചലഞ്ച് അതിനകത്ത്. അപ്പോൾ ഇങ്ങനൊരു ചാലഞ്ച് ഓവർകം ചെയ്യാൻ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിരുന്നത്? നമുക്കിതൊരു 3 സെക്ഷനായിട്ട് പ്ലാൻ ചെയ്യാനുള്ള വിഡ്ത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2 സെക്ഷനായിട്ട് നമ്മൾ ചെയ്തിട്ട് ഒരു സൈഡ് റോഡായതുകൊണ്ടും ആ സൈഡ് ഈസ്റ്റ് സൈഡ് ആയതുകൊണ്ടും കോമൺ ഏരിയ ഫുള്ള് നമ്മൾ ആ സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മളൊരു പാസേജുമായിട്ട് കണക്ട് ചെയ്ത് കോമൺ ഏരിയയും അതിൻ്റെ ഓപ്പണിങ്സും എല്ലാം ആ സൈഡിൽ തന്നെ ആക്കിയിട്ട് ബെഡ്റൂം ഇപ്പുറത്തെ സൈഡിലേക്കാക്കി നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് ആ പ്രൈവസിക്ക് ആ ഒരു പാസേജ് കൊണ്ട് തന്നെ 2 ഏരിയനെ ഡിവൈഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ആ പാസേജിന് അപ്പുറപ്പുറമായിട്ട് ഈ ഒരു ഏരിയ ഒക്കെ പ്രൈവറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. കാരണം ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്.
നോർമൽ ഒരു വിഡ്ത്ത് കൂടുതലുള്ളൊരു പ്ലോട്ടിൽ കാണുന്ന അത്രയും ഒരു വീടിന് കാണുന്ന അത്രയും ഭംഗിയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ഒരു വലുപ്പമോ ഫീൽ ചെയ്യില്ല. ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റുള്ള വീടാണെന്നുണ്ടെങ്കിലും ബാക്കിലേക്ക് ഇറങ്ങി പോകുന്ന വീട് ഫ്രണ്ടിൽ ആ ഒരു ഫിക്സഡ് വിഡ്ത്ത് തന്നെയായിരിക്കും. അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റുള്ള വീടാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് ആ ഒരു ഇത് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു സ്റ്റൈലിലാണ് ഈ വീട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി നമ്മൾ ആ സമയത്ത് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടംപററി വേണോ എന്നോ മിക്സ് ആയിട്ട് ചെയ്യണോ എന്നുള്ളൊരു ആ രീതിയിലുള്ള ഡിസിഷൻ നമ്മളെടുത്തത് ഇങ്ങനൊരു കാര്യം കൂടി കൺസിഡർ ചെയ്തിട്ടാണ്. കാരണം തീരെ ഒരു ഈ പ്ലോട്ടിനെ സംബന്ധിച്ചൊക്കെ ഒരു 8.5 മീറ്ററോടത്തോളം നമുക്ക് ഫ്രണ്ടേജ് വിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഏരിയ നമുക്ക് ഫ്രണ്ടിൽ കാണാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ കുറച്ചൊരു സ്റ്റോൺ ക്ലാഡിങ്, ഒരു വാൾ ഫുള്ള് ഡബിൾ ഹൈറ്റിൽ സ്റ്റോൺ ക്ലാഡിങ്ങും ആ ഒരു സ്ലോപ്പ് റൂഫ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അകത്തേക്ക് സ്പേസ് പ്ലാനിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡ് ഫുള്ള് ഈസ്റ്റ് സൈഡാണ് നമ്മുടെ ആ റോഡിൻ്റെ സൈഡ് വരുന്ന സൈഡ്. ആ സൈഡ് ഫുള്ള് നമ്മൾ കോമൺ ഏരിയ മൊത്തം ആ സൈഡിലേക്കായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സെൻറ്ററിലൊരു പാസേജ് ആയിട്ടാണ്, പാസേജ് എന്നൊരു വിഷ്വൽ പാസേജാണത്, അതല്ലാതെ വേറെ ഒന്നും വെച്ച് ഡിവൈഡ് ചെയ്തിട്ടില്ല. ആ ഒരു പാസേജാണ് ശരിക്കും നമ്മുടെ ബെഡ്റൂം ആ ഒരു ഏരിയനെയും ഈ കോമൺ ഏരിയനെയും തമ്മിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നൊരു പോർഷൻ. ആ പാസേജിൽ നിന്ന് കയറുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഡ്രോയിങ് റൂം, അത് കഴിഞ്ഞിട്ടൊരു വോള്, അത് അവിടെ ഫാമിലി ലിവിങ് റൂം, അത് കഴിഞ്ഞിട്ട് ആ ഫാമിലി ലിവിങ് റൂം മുതലാണ് നമ്മുടെ ആ ഒരു കോമൺ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഫാമിലി ഏരിയ, ഡൈനിങ്ങും ഇതും കൂടിയുള്ള ഏരിയ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു ഔട്ട്ഡോർ ഗാർഡൻ ഇൻഡോറിലേക്ക് കയറുന്ന രീതിയിലാണ് അതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി നമ്മുടെ ഈ ഒരു ഏരിയനെ സെഗ്രിഗേറ്റ് ചെയ്യണമെന്നുണ്ട്. പാർട്ടീഷൻ ആണെന്ന് വെച്ചാണ്, എന്നാൽ നമുക്ക് അവിടെ ഒരു ടോട്ടൽ ഓപ്പൺ ഫീൽ കിട്ടണമുണ്ട്. എന്നാൽ അതിൻ്റേതായ ആവശ്യത്തിനുള്ള പ്രൈവസി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്, മാക്സിമം ലൈറ്റ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പൊതുവേ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോർട്ട്യാർഡ് നമ്മൾ വീടിനകത്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ ഈ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കോർട്ട്യാർഡ് പുറത്തായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫാമിലി ലിവിങ് സ്പേസിനെയും ഡൈനിങ് ഏരിയനെയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ആരുടെ ആയിരുന്നു? ക്ലയൻറ്റ് കൊണ്ടുവന്നതാണോ അതോ? അല്ല, നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ ആ ഈസ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ലൈറ്റും ആ വിൻഡോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ആ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോർട്ട്യാർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ ഡിസൈനും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന്, അത് ഈസ്റ്റ് സൈഡ് ആയതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് വരുന്ന ലൈറ്റ് എല്ലാ ഏരിയയിലേക്കും സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഗ്രീനറിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രീനറിക്ക് അകത്തുനിന്ന് ലൈറ്റ് വരുമ്പോൾ പ്രത്യേക ഒരു ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ആ ഒരു ഗ്രീനറിയുടെ എലമെൻ്റ് അവിടെ കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ ടിപ്പിക്കൽ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം, അത് നമുക്ക് ഉണ്ടാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ള ചലഞ്ചസ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊരു സംഭവമായിട്ട് നമ്മൾ ഇത് നമ്മൾ ചെയ്യുന്നത് നോർമലി ഔട്ട്ഡോർ ഗാർഡൻ തന്നെ കട്ട് ചെയ്ത് അകത്തേക്ക് കയറുന്ന രീതിയിലാണ്. അപ്പോൾ നോർമലി ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതേ മെയിൻ്റെനൻസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് മാത്രമേ യൂസ് ചെയ്യണം, അതിനകത്ത് കുറേ പെസ്റ്റ് കൺട്രോളും കാര്യങ്ങളതൊക്കെ ചെയ്യണം, അത് അതിനനുസരിച്ച് കെയർ ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് സൺലൈറ്റ് അവിടെ ഇത് കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അകത്തുനിന്ന് ഇതിനിപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തന്നെ ഡൈനിങ്ങിൽ നിന്ന് ഇതിലേക്ക് ഇറങ്ങിയിരിക്കാനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് അവിടെ വന്നിരിക്കാനുള്ളൊരു ബെഞ്ചും ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവിടെ കൊടുത്തിട്ടുള്ള ഗാർഡൻ നമ്മൾ ഈ വീട്ടിൽ കയറുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുന്ന അവിടെ മുതൽ നമുക്ക് ആ വീട്ടിൽ ത്രൂ ഔട്ട് ആ കോമൺ ഏരിയയിൽ കംപ്ലീറ്റ് നമുക്ക് ഈ ഗാർഡൻ 3 സൈഡിൽ നിന്ന് നമുക്ക് കാണാം. അപ്പോൾ ടിപ്പിക്കൽ കോർട്ട്യാർഡാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും അത് നമ്മളവിടെ ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ ഒരു ഫീലിൽ വരും. ഇതിന് നമ്മളൊരു ഡിവൈഡറുമായിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഗ്രീനറി കൂടെയുള്ള ലൈറ്റ് എല്ലാ ഏരിയയിലേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ആ ഒരു വെന്റിലേഷന് നമുക്ക് ഇത് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഈ നാച്ചുറൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേണ്ടുവോളം നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ സോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ അത്രയും ചൂട് തോന്നുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ മാക്സിമം ക്രോസ് വെന്റിലേഷൻ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഇങ്ങനെ ലെങ്ത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഒരു വെന്റിലേഷനുള്ള ഇത് ടോട്ടലി ഒരു ഫുൾ വോൾ കെട്ടി അടച്ച പോലെ ഉള്ള ഫീലാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്പണിങ്സിനെല്ലാം പാരലായിട്ട് അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അവിടെ ആ ഓപ്പണിങ്സ് കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് എയർ സർക്കുലേറ്റ് ചെയ്ത് പൊക്കോളും. ആ എയർ ആയാലും ലൈറ്റ് ആയാലും സർക്കുലേറ്റ് ചെയ്ത് പൊക്കോളും. അപ്പോൾ ഈ ആ എയർ, നാച്ചുറൽ എയർ, ലൈറ്റ്, ഗ്രീനറി ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എയറും കൂടി കറക്റ്റായിട്ട് പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സഫോക്കേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലും അതിന് ക്രോസ് വെന്റിലേഷൻ പോകാനുള്ള ഓപ്പണിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ട്രെൻഡും നീഡും തന്നെയാണോ ഇപ്പോൾ വീടുകളിൽ ഗ്രീനറി മാക്സിമം കൊണ്ടുവരിക എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ വീട് നോക്കിയാലും മാക്സിമം പറ്റാവുന്നിടത്തൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും പുറത്താണെങ്കിലും പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഷിൻഡോ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതുപോലുള്ള കാര്യങ്ങളിലോ? നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇത് വെച്ച് നോക്കിയാലും നമ്മളുടെ
ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കിയാലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീട് സെപ്പറേറ്റ്, ഗാർഡൻ വേറെ ഒരെണ്ണം വലുതായിട്ട് എന്നുള്ള ഒരു സംഭവം, അത് ആ ഗാർഡൻ ഉണ്ടാകുന്ന ഒരുപാട് നമുക്ക് മണി സ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന വലിയ ബഡ്ജറ്റ് ഉള്ള വീടുകൾക്ക് മാത്രമാണ് എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഗാർഡൻ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ കൺസെപ്റ്റ് തന്നെ മാറി. നമ്മുടെ ആളുകൾ കൂടുതൽ ഇതിനെപ്പറ്റി അവെയർഡായി തുടങ്ങി. പിന്നെ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് അവൈലബിൾ ആയി തുടങ്ങി പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, ഒരു സെമി ഇൻഡോർ പ്ലാന്റ്സ്, ഇതൊക്കെ നമുക്ക് പല കാറ്റഗറിയിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിനെ നമ്മൾ എത്രത്തോളം വലിയ എക്സ്പെൻസീവ് അല്ലാതെ നമുക്ക് ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ എക്സ്പെൻസീവ് അല്ലാതെ നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുവരാനും പറ്റും. ഇപ്പോൾ ഈ വീട് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ നമ്മളിപ്പോൾ പോർച്ചിൻ്റെ ബാക്കിലുള്ള ആ സ്പേസ്, അത് ഡ്രോയിങ് റൂമിൽ നിന്ന് തന്നെ നമുക്ക് നേരെ വിഷനുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇരിക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ഷോ കേസ് വെച്ച് ഡ്രോയിങ് റൂമിൽ ഇരുന്നിട്ട് ആളുകൾ നേരെ ഷോ കേസിൽ കാണാമെന്നുള്ളത് അതിനകത്ത് ആ ഒരു ഡ്രൈവ് ഫീൽ മാറ്റി കുറച്ചും കൂടി ലൈവ്ലി ആവാനായിട്ട് നമ്മൾ ആ ഒരു ഗ്രീനറിയിലേക്ക് ആ ഒരു നോട്ടം പോകുക എന്നുള്ളത്. അത് കഴിഞ്ഞ് കടന്ന് നമ്മൾ ഡൈനിങ്ങിൻ്റെ ലിവിങ് റൂമിൻ്റെ അവിടേക്ക് വരുന്ന സമയത്ത് അടുത്ത വേറൊരു ലെവലിലുള്ള ഗ്രീനറിയിലേക്ക് പോവുക. നമ്മൾ അവിടുന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് വേറെ അപ്പുറത്തുള്ള വീടുകൾ അതിനകത്ത് കാണുന്നതിലും നമ്മൾ ആ വോളിൽ തന്നെ എല്ലാ കോമ്പൗണ്ട് വോളിലും നമ്മൾ മെഷ് ചെയ്തിട്ട് അതിൽ വെർട്ടിക്കൽ ഗാർഡനും ക്രീപ്പേഴ്സൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ടോട്ടലി ഒരു ഗ്രീൻ ഫെൻസിൻ്റെ ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഏത് ഓപ്പണിങ് കൂടെ നമ്മൾ പുറത്തേക്ക് നോക്കിയാലും അവിടെയൊക്കെ നമുക്കൊരു ഗ്രീനറി നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അത് ഫ്ലവറി പ്ലാന്റ്സ് ഉണ്ട്, അല്ലാത്തതുണ്ട്. അതെല്ലാ രീതിയിലുമുള്ള, അതുമല്ല നമുക്ക് ഇതൊന്നും വലിയ മെയിൻ്റനൻസ് ഇല്ലാത്ത പ്ലാന്റ്സുമാണ്. ഇപ്പോൾ നമുക്ക് ഇൻഡോറിലായാലും നമുക്ക് വോളിൽ ഹാങ് ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ പോട്ട്സിൽ വെക്കുന്ന രീതിയിലുള്ള കുറേ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒട്ടും സ്പേസ് ഇല്ലാത്ത ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. വോളിൽ വെക്കുന്ന വിധത്തിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻസ് ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. അത് നമുക്ക് ഇൻഡോർ വെക്കാവുന്നതുണ്ട്, ഔട്ട്ഡോർ വെക്കാവുന്നതുണ്ട്. ആ പ്ലാന്റ്സ് തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മളുടെ പോക്കറ്റിന് ഇണങ്ങുന്ന രീതിയിൽ പല രീതിയിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഈ ഗ്രീനറിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്ത് സാധനം വെച്ചാലും നമുക്ക് അതിന് കിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഈ വീടിന് മാക്സിമം നാച്ചുറൽ ലൈറ്റ് ഉണ്ട്. ആ നാച്ചുറൽ ലൈറ്റിൻ്റെ ഒപ്പം ഈ ഗ്രീനറിയും കറക്റ്റായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവർ താമസിച്ച് തുടങ്ങിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് പോലും ആ ഒരു നാച്ചുറൽ ലൈറ്റ് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് എപ്പോഴും പറയാറ്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീട്ടിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന ഒരു കാര്യം. അത് സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ക്ലയൻസിന് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നോ? ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് മാക്സിമം ഇതുപോലെ പ്രൈവസി, ഒന്നും ആർഭാടമാവണ്ട, എല്ലാം സിമ്പിളായിരിക്കുക, എന്നാൽ ആവശ്യത്തിനുള്ള എല്ലാ സ്പേസും നമുക്ക് ഒരു രീതിയിലും കൺജഷനൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാ സ്പേസും നമുക്ക് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാം. പിന്നെ പോർച്ചിനകത്തുനിന്ന് ഇപ്പോൾ വിത്ത് കുറവായതുകൊണ്ട് ഫ്രണ്ടിൽ നമുക്കൊരു ഹൈറ്റിലുള്ള ഇത് വരണ്ട. പോർച്ചിനകത്തുനിന്ന് ഒരു സിറ്റ് ഔട്ടും ഇതിനകത്തേക്ക് എൻട്രി വരണ്ട. കാരണം പോർച്ച് ഇപ്പോൾ വീതി കുറവാകുമ്പോൾ നമ്മൾ പോർച്ചിനകത്തുനിന്ന് സിറ്റ് ഔട്ടിൽ കയറിയിട്ട് എൻട്രി വരുമ്പോൾ എപ്പോഴും ആ കാർ അതിനകത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കയറി വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോർച്ച് സൈഡിലേക്ക് ആക്കിയിട്ട് സിറ്റ് ഔട്ട് ഫ്രണ്ടിലേക്ക് ആക്കി. നമ്മൾ ആദ്യം ഇനീഷ്യൽ പ്ലാനിൽ നമ്മൾ പോർച്ച് ഉള്ളിലായിരുന്നു സിറ്റ് ഔട്ട്, അതിനകത്തുനിന്നായിരുന്നു എൻട്രി. വണ്ടി കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അത് മാറ്റി പിന്നീടുള്ള ഡിസ്കഷനിലാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് സിറ്റ് ഔട്ട് കൊടുത്തത്. എന്നിട്ട് പോർച്ചിൽ ആ ഒരു പോർഷനിൽ നമ്മൾ ഒരു സെമി ഇൻഡോർ ലാൻഡ്സ്കേപ്പും കൊടുത്തു. അത് നമുക്ക് എന്നിട്ട് ഡ്രോയിങ് റൂമിൽ നിന്ന് തന്നെ ഒരു വിഷൻ കിട്ടാൻ പാകത്തിന് ഒരു വെർട്ടിക്കൽ പെർഗോളയും അതിനകത്ത് കൊടുത്തു. ബാക്കി എലിവേഷൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ എന്നുള്ള കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വിഡ്ത്ത് കുറവായതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ തോന്നിക്കാത്ത വിധത്തിൽ ഒരു 3 സ്റ്റെപ്പായിട്ടാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അധികം ശ്രദ്ധ പോവാതെ, വിഡ്ത്ത് കുറവിലേക്ക് അധികം ശ്രദ്ധ പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഫുൾ വാൾ ക്ലാഡ് ചെയ്തിട്ട് എടുത്തേക്കാണ്. പിന്നെ മാക്സിമം ഈ ഗ്രീനറി കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ രീതിയിൽ ഒരു വെള്ളം നോക്കുമ്പോഴേക്കും എല്ലാ സൈഡിലേക്കും നമുക്ക് കണ്ണു പോകും. അപ്പോൾ ഈ ഒരു നാരോനെസ് അതിനകത്ത് അത്ര ഫീൽ ചെയ്യില്ല. പിന്നെ ഒരു 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂമിനും മാക്സിമം പ്രൈവസി കിട്ടുക. 4 ബെഡ്റൂം, ഡ്രോയിങ് റൂം, ലിവിങ് റൂം, ഡൈനിങ് റൂം, പിന്നെ മുകളിലൊരു ബാൽക്കണി, പോർച്ച്, സിറ്റ് ഔട്ട്, ഒരു അപ്പർ ലിവിങ് ഏരിയ. അതൊരു റീഡിങ് ഏരിയ പോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഒരു ലൈബ്രറി ഏരിയ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ഓപ്പൺ ടെറസ്, ഒരു മാസ്റ്റർ ബെഡ്റൂമിന് മാത്രം ഒരു ഡ്രസ്സിങ് സ്പേസ് എന്നുള്ളതാണ് ഇതിലെ ഒരു ബേസിക് റിക്വയർമെൻറ്റ് വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റെയർ കേസിൻ്റെ താഴെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത്, സാധാരണ നമ്മൾ ഈ വാഷ് കൗണ്ടർ അല്ലെങ്കിൽ സ്റ്റോറേജ്, EPS, CPU അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യാറ്. ഇവിടെ കുറച്ചും കൂടി അവർക്കൊരു അയണിങ് ഏരിയ പോലെ ആക്കി കൺവേർട്ട് ചെയ്ത് നമ്മൾ അവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ സ്റ്റെപ്പ് ഡൗൺ ആക്കി കൊടുത്തിട്ട് അവിടെ ഒരു കൗണ്ടർ ചെയ്ത് അവിടെ ഒരു സ്റ്റോറേജും
ഒരു ലോണ്ട്രി ഏരിയ കം അയണിങ് ഏരിയ എന്നുള്ള കൺസെപ്റ്റിലാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അത് ക്ലയൻറ്റിൻ്റെ ഒരു സ്പെസിഫിക് റിക്വയർമെൻ്റ് ആയിരുന്നു. ബാക്കി ജനറൽ റിക്വയർമെൻറ്റ്സ് ഇത്രയായിരുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ട് ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും മാക്സിമം ഗ്രീനറി കിട്ടുക എന്നൊക്കെയുള്ളതായിരുന്നു റിക്വയർമെൻറ്റ്. അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഷിൻഡോ, അപ്പോൾ ഒരു പ്ലോട്ടിൻ്റെ ലിമിറ്റേഷൻ വെച്ച് വീട് പണിയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് എങ്ങനെ വീട് ഡിസൈൻ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഷിൻഡോയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് വ്യൂവേഴ്സിന് വേണ്ടി എന്തെങ്കിലും ടിപ്സ് പറയാമോ ഈ ഒരു സന്ദർഭത്തിൽ? പ്ലോട്ടിൻ്റെ ഡയമെൻഷൻ ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം നമ്മളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് എപ്പോഴും അതിനനുസരിച്ചുള്ള പ്ലോട്ട് എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആളുകളെയും കൂടി കാണിക്കാനുള്ള ഒരു എലമെൻറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വിഡ്ത്ത് കൂടുതലുള്ളൊരു പ്ലോട്ടായിരിക്കും നല്ലത്. ചിലവർക്കെന്ന് പറഞ്ഞാൽ പ്രൈവസി കൂടുതൽ വേണമെന്നുള്ളതായിരിക്കും. പ്രൈവസി ഈ നാരോ പ്ലോട്ടിന് എപ്പോഴും പ്രൈവസി കൂടുതലായിരിക്കും. കാരണം ബാക്കിലേക്കാണ് നമ്മുടെ ഓരോ ഏരിയയും പോകുന്നത്. ഫ്രണ്ടിൽ ആ കോമൺ ഏരിയ കഴിഞ്ഞാൽ ബാക്കിലേക്കായിരിക്കും നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് എല്ലാം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അതിന് വിഡ്ത്ത് ഫീൽ ചെയ്യില്ല. അത് കുഴപ്പമില്ലാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ, പ്രൈവസിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ശരിക്കും ഒരു സ്ക്വയർ പ്ലോട്ടിനും ഒരു റെക്റ്റാങ്കുലർ ബാക്കിലേക്ക് കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതലുള്ള ഈ ഫ്രണ്ട് വിഡ്ത്തിനും ബാക്കിലേക്ക് കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതലുള്ള രീതിയിലുള്ളൊരു പ്ലോട്ടായിരിക്കും എപ്പോഴും വീട് പണിയാൻ നല്ലത്. കാരണം നമ്മൾ എന്തായാലും ഫ്രണ്ട് കുറച്ച് മിറ്റിട്ടിട്ടാണ് നമ്മൾ വീട് പണിയുള്ളൂ. അപ്പോൾ ആ ഫ്രണ്ട് യാർഡിൻ്റെ ആ ഓഫ്സെറ്റ് വേണ്ടി കഴിഞ്ഞിട്ടുള്ള പോർഷനിലാണ് നമുക്ക് വീട് വരുള്ളൂ. അപ്പോൾ ഒരു ബാക്കിലേക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള പ്ലോട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ആവശ്യത്തിനുള്ള ഇതിന് പ്രൊപ്പോർഷനായിട്ടുള്ള ഒരു വിഡ്ത്തും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് വീട് ഒരാളെ കാഴ്ചയിൽ കാണാനായിട്ട് ഉണ്ടാവും വീട്. മറ്റേ നാരോ പ്ലോട്ടിനാവുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത്ര ഉണ്ടാവില്ല. എത്ര ഏരിയ ഉള്ള വീടാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ചിലവർക്കെന്ന് പറഞ്ഞാൽ ഏരിയ കുറച്ച് മതി, പക്ഷേ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വലിപ്പം തോന്നണം എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഈ പ്ലോട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വിഡ്ത്തുള്ള പ്ലോട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ ഒരു 2000 സ്ക്വയർ ഫീറ്റുള്ള വീട് പണിതാൽ തന്നെ നമുക്കൊരു 3,500 സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ ആ ഒരു ഫീല് കിട്ടും. അപ്പോൾ വീടിനെ കുറിച്ചും അതിൻ്റെ ഡിസൈനിങ് ആസ്പെക്ട്സിനെ കുറിച്ചും എല്ലാം ഇത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. മൈ ഹോമിൻ്റെ ഈ ഒരു അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒരു വീട് പണിയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പുതിയ ആശയങ്ങളും അറിവുകളുമായി മൈ ഹോം വീണ്ടും അടുത്തയാഴ്ച.